ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. നേരത്തെ ജെഎൻയുവിൽ പൊതുദർശനം നടത്തിയിരുന്നു. നാളെയാണ് പ്രത്യേക അനുസ്മരണ യോഗത്തിന് ശേഷം മൃതദേഹം വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായി വിട്ടു നൽകുക. ജെഎൻയുവിൽ ഒട്ടേറെ പ്രമുഖ നേതാക്കളും മറ്റ് പാർട്ടി പ്രവർത്തകരും ഒക്കെ എത്തി പ്രിയപ്പെട്ട നേതാവിന് അന്തിമോപചാരം അർപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മൃതദേഹം എത്തിക്കുകയാണ്. കനത്ത മഴയാണ് ഡൽഹിയിൽ ഇപ്പോൾ ഉള്ളത്. ഇന്നലെയാണ് നെഞ്ചിലെ അണുബാധയെ തുടർന്ന് സീതാറാം യെച്ചൂരിയുടെ മരണം സംഭവിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മരണം സ്ഥിരീകരിച്ചത്. തുടർന്ന് അപ്പോൾ തന്നെ തീരുമാനങ്ങൾ അറിയിച്ചിരുന്നു. നാളെ പൊതുദർശനം ഉണ്ടാകും. ശേഷം പാർട്ടി നടത്തുന്ന ഒരു അനുസ്മരണ പരിപാടിക്ക് ശേഷം മൃതദേഹം പഠനാവശ്യത്തിനായി വിട്ടു നൽകുമെന്നും അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അല്പം മുൻപാണ് ജെഎൻയുയിലേക്ക് എത്തിച്ചത്. ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, വസതിയിൽ പൊതുദർശനത്തിലുള്ള സൗകര്യമുണ്ടോ? നാളെ എപ്പോൾ മുതലാണ് പൊതുദർശനം? എവിടെയാണ്? എപ്പോഴാണ് മൃതദേഹം വിദ്യാർത്ഥികൾക്കായി കൈമാറുക? ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം വസന്ത് കുഞ്ഞിലെ സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം വസന്ത് കുഞ്ഞിലെ അദ്ദേഹത്തിൻ്റെ വസന്തിയിൽ എത്തിച്ചിരിക്കുക. ഇപ്പോൾ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുവന്നിട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ പൊതുദർശനമില്ല, ആദ്യം പ്രവർത്തകർക്കും പ്രവേശനമില്ല എന്നാണ് ഇപ്പോൾ വീട്ടുകാർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം മൃതദേഹം വീട്ടിലെത്തിക്കും. നാളെയാണ് പൊതുദർശനം തീരുമാനിച്ചിട്ടുള്ളത്. നാളെ 9 മണിയോടുകൂടി വീട്ടിൽ നിന്നും AKG ഭവനിലേക്ക് കൊണ്ടുപോകുന്നു. 11 മണിയോടുകൂടിയാണ് അവിടെ പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. 3 മണിവരെ പൊതുദർശനം. പിന്നീട് അവിടെ നിന്നും കാൽനടയായി പദയാത്രയായി CPM-ന്റെ ആദ്യത്തെ പാർട്ടി കേന്ദ്ര ഓഫീസ് പ്രവർത്തിച്ചിരുന്ന 14 അശോക റോഡിലേക്ക് അവിടെ നിന്നാണ് എയിംസിന് മൃതദേഹം വിട്ടുകൊടുക്കുന്നത്. ഏതായാലും ഇപ്പോൾ മൃതദേഹത്തെ കൂടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MA ദേവി, ബൃന്ദ കാരാട്ട് എന്നിവരും കേന്ദ്ര കമ്മിറ്റി അംഗമായ ബിജു കൃഷ്ണനും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പാർട്ടി PB അംഗമായ നീലോത്സവ കാസുവും മൃതദേഹത്തിനൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ സീമ ജിഷയുടെ വസതിയാണ് വസന്ത് കുഞ്ചിലുള്ളത്. മക്കളും ഡാനിഷും അതുപോലെ തന്നെ മകളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ബാക്കി ബന്ധുക്കളും ഒക്കെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ വളരെ അടുത്ത പാർട്ടി പ്രവർത്തകരും സീമ ജിഷി ജോലി ചെയ്യുന്ന മായർ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിലെ പ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബസ്സെന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വസന്ത് കുഞ്ചിലെ വസതിയിലേക്ക് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം എത്തിക്കുകയാണ്. കനത്ത മഴ അവിടെ തുടരുന്നുണ്ട്. നാളെയാണ് പൊതുദർശന ശേഷം മൃതദേഹം വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി കൈമാറുക.